വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 40. അത് ശരി, രണ്ടും കൂടി ഒരുമിച്ചാണല്ലേ താമസം. അവളപ്പോ കല്യാണം കഴിച്ചിട്ടില്ലേ? ആമ്പലിന്റെ മുഖം വീണ്ടും മാറിയത് കണ്ട് എന്തു വേണമെന്നറിയാതെ അവർ നിൽക്കുന്നതിനിടയിലാണ് മുറിയുടെ വാതിൽക്കൽ ഒരു മുട്ട് കെട്ടത്. താഴെ മഹിയോടൊപ്പം കണ്ട ആ പെണ്ണ് ആ വാതിലിന് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അവർ പരസ്പരം നോക്കി. ഹായ്, ഞാൻ ആമിയ വർഗീസ്. അവൾ മുന്നോട്ട് വന്ന് ആമ്പലിന്റെ മുഖം കൈകളിൽ കോരിയെടുത്തു. മഹിയുടെ മണിക്കുട്ടിയല്ലേ? ആ ചോദ്യത്തിൽ ആമ്പലിന്റെ മുഖത്തൊരു ചുവന്ന പനിനീർപ്പൂ വിരിഞ്ഞു. അതെ, അവൾ അഭിമാനത്തോടെ തലയാട്ടി. മഹി എനിക്കെന്റെ അനിയനെ പോലെയാ. അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒന്ന് ചിരിച്ചിട്ട് ആമിയെ തുടർന്നു. എന്തായാലും വാശിയുടെ കാര്യത്തിൽ രണ്ടാളും കൊള്ളാം. അത്രയും നേരം അവളെ ഉള്ളിൽ പ്രാഗിക്കൊണ്ടിരുന്ന ആമ്പൽ പെട്ടെന്നവളെ ഇഷ്ടമായതുപോലെ അവളുടെ കൈയിലേക്ക് കൈ കോർത്തു പിടിച്ചു. ഇത് നിച്ചു അല്ലേ? ആമിയ നിഷയുടെ നേരെ നോക്കി. അതെ. നിഷയും ചിരിച്ചു. സൈമണെ പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുള്ളത് കൊണ്ട് നേരത്തെ അറിയാം. നിഷയുടെയും ആമ്പലിന്റെയും കണ്ണുകൾ ഒരുപോലെയാണ് മിഴിഞ്ഞത്. പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കുന്നതിനിടയിൽ രണ്ടാളുടെയും കണ്ണുകൾ കുറുകുന്നതും പല്ലുകൾ ഞെരിയുന്നതും കണ്ട് ഇടിവെട്ടേറ്റതുപോലെ സൈമൺ നിന്നു. കാര്യം മനസ്സിലാവാതെ ആമിയ മൂന്നുപേരെയും മാറി മാറി നോക്കി. എന്തേലും പ്രശ്നമുണ്ടോ? അവൾ ചോദിച്ചു. ഹേയ്, ഒരു പ്രശ്നവുമില്ല അല്ലേ സൈമ? ഒരു പ്രത്യേക താളത്തിൽ ആമ്പൽ പറഞ്ഞത് കേട്ട് അവൻ ഉമിനീരിറക്കി. എന്നാ എല്ലാവരും താഴേക്ക് വാ. അവിടെ ഒരാള് കുറെ നേരമായി പെടലി തിരിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ഇനിയും നിന്നാൽ അവന്റെ പെടലി ഉളുക്കും. ആമ്പൽ ചിരിച്ചു. ആമിയ അവളുടെ കൈയും പിടിച്ച് മുന്നിൽ നടന്നു. വീട്ടിലേക്ക് വാട്ടാ, മോനുള്ളത് ബാക്കി അവിടെ ചെന്നിട്ട് തരാം. നിഷ അവനെ നോക്കി മുറുമുറുത്തിട്ട് അവർക്കു പിന്നാലെ താഴേക്കു നടന്നു. താഴേക്ക് പോണോ അതോ മോളിന്നെടുത്ത് ചാടണോ എന്നാലോചിച്ചുകൊണ്ട് സൈമൺ അവിടെ തന്നെ നിന്നു. അവർ ചെല്ലുമ്പോൾ അപ്പച്ചിയും അച്ഛനും വിജയച്ചനും മഹിയുടെ ചുറ്റിനുമായി ഇരിക്കുന്നുണ്ട്. അവർക്കു നടുവിലിരിക്കുന്ന മഹിയുടെ മുട്ടുകാലിൽ തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്ന ആ കുട്ടി അപരിചിത ഭാവത്തിൽ എല്ലാവരെയും നോക്കുന്നുമുണ്ട്. അപ്പച്ചി അപ്പോഴും അവനെ മെരുക്കാനുള്ള ശ്രമത്തിലാണ്. അകത്തേക്കു കയറി വന്ന ആമ്പലിനെ കണ്ട് മഹിയുടെ കണ്ണുകൾ തിളങ്ങി. അവളാകട്ടെ പെണ്ണു കാണാൻ വന്ന ചെറുക്കന്റെ മുന്നിൽ നിന്ന പോലെ ആമിയയുടെ പിന്നിലേക്ക് പതുങ്ങി. ദേ, ഞാൻ പറഞ്ഞതുപോലെ ആളെ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. മഹിയോട് പറഞ്ഞിട്ട് ആമിയ ആമ്പലിന് നേർക്ക് തിരിഞ്ഞു. ഇതെങ്ങോട്ടായി പോകുന്നേ? ഇങ്ങ് മുന്നിലേക്ക് നിൽക്ക്. പിന്നിൽ നിന്നവളെ വലിച്ച് മുന്നിലേക്ക് നിർത്തിയിട്ട് ആമിയ കുഞ്ഞിനെ വിളിച്ചു. ആൽബി, വാ ഇവിടെ. അവൻ മഹിയെ തിരിഞ്ഞു നോക്കി. ഇതാണോ മഹിയെങ്കിലിന്റെ ആന്റി? അവന്റെ ചോദ്യം കേട്ട് മഹി തലകുലുക്കുന്നതും നോക്കി ആമ്പൽ നിന്നു. രാധേ, നീ ഇവർക്കുള്ള മുറി കാട്ടിക്കൊടുക്ക്. അവരൊന്ന് ഫ്രഷാകട്ടെ. മഹി, നീ എന്റെയൊന്നൊന്ന് ഫ്രഷാക്, എന്നിട്ട് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. വിജയച്ചൻ പറഞ്ഞതോടെ മഹി എഴുന്നേറ്റു. ആമ്പലിനെ ഒന്ന് നോക്കിയിട്ട് അവൻ പടികൾ കയറി. മക്കള് വാ, അമ്മമ്മ കുറെ ടോയ്സ് കാട്ടിത്തരാവേ. അപ്പച്ചി പറഞ്ഞത് കേട്ട് ആൽബിക്കുട്ടൻ തല കുലുക്കിക്കൊണ്ട് അപ്പച്ചിയുടെ കയ്യിൽ പിടിച്ചു. മോളും വാ, മുറി കാട്ടിത്തരാം. ആമിയയോട് പറഞ്ഞിട്ട് അപ്പച്ചി കുഞ്ഞിനെയും പിടിച്ച് മഹിക്ക് പുറകെ മുകളിലേക്കു കയറി. എന്നതാ നോക്കി നിൽക്കുന്നേ? അവന്റെ പുറകെ അങ്ങോട്ട് ചെല്ല്. ആമിയ പിടിച്ചുന്തിയതോടെ പിന്നിൽ നിന്നിരുന്ന നിഷയെ ഒന്ന് നോക്കിയിട്ട് ആമ്പലും അപ്പച്ചിക്ക് പുറകെ മുകളിലേക്ക് കയറി. അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മഹി ഡ്രസ്സ് മാറാൻ തുടങ്ങുകയായിരുന്നു. അകത്തേക്ക് കടന്നു ചെന്ന അവൾ മേശയിലേക്കു ചാരി അതിന്മേൽ നഖം കൊണ്ട് പോറിക്കൊണ്ടിരുന്നു. മഹി മെല്ലെ നടന്ന് അവളുടെ മുന്നിൽ ചെന്നു നിന്നു. അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കണ്ണുകൾ താഴ്ത്തിക്കളഞ്ഞു. അവൻ ചോദിച്ചു. അവൾ തലയിളക്കി. കാതിലെ വെള്ളിയുടെ ജിമിക്കുകൾ
അതിനനുസരിച്ച് ആടുന്നത് അവൻ കൗതുകത്തോടെ നോക്കി. ആ ജിമിക്കിയിൽ വിരലുകൊണ്ടൊന്ന് തട്ടിയിട്ട് അവളുടെ കാതിനരികിലേക്ക് അവൻ മുഖമടുപ്പിച്ചു. ഒന്നുമില്ലെന്നോ? എവിടെ പോയി എല്ലാം? മനസ്സിലാവാത്തതുപോലെ അവൾ മുഖമുയർത്തി. അവളെ അടിമുടി നോക്കിയിട്ട് അവൻ പറഞ്ഞു, നോക്കിയിട്ട് എല്ലാം അവിടെയൊക്കെ തന്നെയുണ്ട്, അതാ ചോദിച്ചത്. അവളുടെ കണ്ണുകളിൽ കുറുമ്പു നിറഞ്ഞു. ഛി, ഓ! നഖം അവന്റെ കൈത്തണ്ടയിൽ അമർന്നിറങ്ങി. പോണോ? കയ്യിൽ വീണ നഖപ്പാടിൽ വിരലുകൾ ഓടിച്ചുകൊണ്ടവൻ ചോദിച്ചു. വേണ്ട. വീണ്ടും അവൾ തലയിളക്കി. ജിമിക്കികൾ വീണ്ടും കുലുങ്ങി. പിന്നെ എന്നതാ എന്റെ മണിക്കുട്ടിക്ക് വേണ്ടത്? അവൻ അല്പം കൂടി അവളോടടുത്തു. അവന്റെ നിശ്വാസത്തിന് പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ചോദ്യത്തോടൊപ്പം അവന്റെ കൈവിരൽ അവളുടെ മുഖത്ത് ചിത്രം വരക്കാൻ തുടങ്ങി. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിന്? അവന്റെ കൈവിരൽ വിരിയിച്ച ഉലകങ്ങളിൽ പിടയുന്ന പീലികളെ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടവൾ പറഞ്ഞു. ഇത്രയും നാൾ അന്വേഷിക്കാതിരുന്നതിന് നിനക്ക് ദേഷ്യമുണ്ടോ? പക്ഷെ സങ്കടമുണ്ട്. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അച്ചോടാ, എന്റെ മണിക്കുട്ടിക്ക് സങ്കടം വന്നോടാ? അവൾ അവന്റെ നെഞ്ചിൽ മുഖം ഇട്ടുരച്ചു. വിരലുകളാൽ അവളുടെ മുഖമുയർത്തിയ മഹി കൂമ്പിയടഞ്ഞ മിഴികളെ നോക്കിക്കൊണ്ട് വിടർന്ന ആ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. ചുംബനത്തിന്റെ മാധുര്യവും ലഹരിയും അവരുടെ 5 വർഷത്തെ പരിഭവങ്ങളെയും പരാതികളെയും തഴുകിയൊതുക്കി. സമയത്തിന് ചലനമറ്റ ആ നിമിഷങ്ങളിൽ ഹൃദയമിടിപ്പുകൾ പരസ്പരം അറിഞ്ഞുകൊണ്ടവർ നിന്നു. ഈത്തു പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇത്രയും കാലങ്ങൾ പാഴായി പോകില്ലായിരുന്നു, അല്ലേ? അവന്റെ ശബ്ദത്തിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു. നീ പറയാന്ന് പറഞ്ഞിട്ടും ഞാനല്ലേ അന്ന് തിരക്കുകൂട്ടിയെ? അത് പിന്നെ നിനക്ക് പണ്ടേ എടുത്തുചാട്ടം ഇത്തിരി കൂടുതലല്ലേ? അവൻ കളിയാക്കി. ഓ, ഈ പറയുന്ന നീ പിന്നെ സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയവനല്ലേ? അവൾ കെറുവിച്ചു. അവൾ കണ്ണുകൾ കൂർപ്പിക്കുന്നത് കണ്ടതും അവൻ അവളുടെ കവിളിൽ കിള്ളി. ഡി മതിയടി, ഇപ്പോ തന്നെ അടുത്ത ഇടി തുടങ്ങണോ? അവന്റെ കണ്ണുകളിൽ കുസൃതി ഓളം വെട്ടി. വേണ്ടല്ലേ? അതേ കുസൃതിയോടെ അവളും ചോദിച്ചിട്ട് അവന്റെ മാറിലേക്ക് വീണ്ടും കവിൾ ചേർത്ത് വെച്ചു. ഇനി കുറച്ചുകൂടി പക്വതയോടെ വേണം കാര്യങ്ങൾ കാണാൻ. എന്തോ? എങ്ങനെ? നിന്റെ ആ മുഖമൊന്ന് നോക്കട്ടെ മോളെ. ഷർട്ടിന്റെ ബട്ടണിൽ തെരുപ്പിടിച്ചു നിൽക്കുന്നവളെ നോക്കി മുഖമുയർത്താൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചിരിച്ചു. ഓ, അവിടുന്ന് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പരിഭവത്തോടവൾ വീണ്ടും മുഖം താഴ്ത്തി. എന്റെ പൊന്നു മണിക്കുട്ടി, നീ മാറാനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ തന്നെ ആയാൽ മതി. എന്നാലേ ഒരു ഗുമ്മുള്ളൂ. ആണോ? പിന്നെ പരാതി പറഞ്ഞേക്കരുത്. കുസൃതിയോടെ അവൾ കണ്ണുകൾ വീണ്ടും ഉയർത്തി. ഇല്ലെന്നേ, ഇനി നീ പ്രശ്നമുണ്ടാക്കിയാലും ഞാൻ പരിഹരിച്ചോളാം. അതുപോലെ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടവൻ പറഞ്ഞു. പഷ്ട ആളാ ഈ പറയുന്നേ. എന്നാ പിന്നെ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടല്ലേ? ഇടയ്ക്കുള്ള ഈ അടിയും പിന്നൊരു കൂടിച്ചേരലും, അതും ഒരു രസമാ. പക്ഷേ എന്ത് വഴക്കുണ്ടായാലും ഇതുപോലെ ഇനി എന്നെ ഇട്ടേച്ച് പോവരുത്. എനിക്കത് സഹിക്കില്ല. അവസാന വാക്കുകളിൽ അവൾ തേങ്ങിപ്പോയി. ഏയ്, എന്താടാ ചക്കര ഇത്? അവൻ മുഖമുയർത്തി ആ കണ്ണുകളിലെ നനവ് ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. ഇനി ചത്താലും നിന്നെ ഇട്ടേച്ച് പോകില്ല, പോരെ? അത് ശരി. അപ്പോ ചത്തു കഴിഞ്ഞ് നീ പ്രേതമായിട്ട് വരാനുള്ള പരിപാടിയാ അല്ലേ? അതെല്ലോ. ഈ ആണ്ടബാധ കൊണ്ടേ പോകൂ എന്ന് കേട്ടിട്ടില്ലേ? അത് മതി. നമുക്കൊരുമിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഒരുമിച്ചങ്ങ് പോകാം. ശരി. അപ്പോ കൊച്ചുമക്കൾ തല്ലിക്കൊന്നിട്ട് ചാകാനുള്ള പരിപാടിയാ നിന്റെ, അല്ലേ? ഓടാവിടുന്ന്. അവൾ അവന്റെ കവിളിൽ പല്ലുകൾ ആഴ്ത്തി. അതിനു പിന്നാലെ അവളുടെ ചുണ്ടുകളും
അവിടെ അമർന്നു. അവന്റെ കൈകൾ അവളെ ഒന്നുകൂടി ശരീരത്തിലേക്ക് ചേർത്തമർത്തി. മണിക്കുട്ടി, അന്ന് കീർത്തു പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയണ്ടേ? വേണ്ട. വേണ്ടെന്നവൾ തലയാട്ടിയെങ്കിലും അവൻ അവളെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി കൂടെ ഇരുന്നിട്ട് അന്ന് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അവളോട് പറഞ്ഞു. കീർത്തു പറയരുതെന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് അവൾ വിനയേട്ടനെ കുറിച്ച് അങ്ങനൊരു സംശയം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ആരോടും പറയാതിരുന്നത്. അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ വിഷമിക്കണ്ട, അവൾക്കതൊരു തെറ്റുപറ്റിയതാകാനേ സാധ്യതയുള്ളൂ. മഹി, വിനയേട്ടനെ കുറിച്ച് ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അവന്റെ കണ്ണുകൾ ചുരുങ്ങി. തിരികെ വന്നതിന്റെ പിറ്റേ ദിവസം സൂരജിനെയും ഭാര്യയെയും കണ്ടതും അയാളുടെ ഭാര്യ വിനയേട്ടനെ കുറിച്ച് പറഞ്ഞതുമെല്ലാം അവൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. അതോടൊപ്പം തന്നെ വിനയേട്ടനോട് അക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിനയേട്ടൻ പറഞ്ഞ കാരണവും അവൾ പറഞ്ഞു. അല്പനേരം ആലോചിച്ചിരുന്നതിന് ശേഷം മഹി പറഞ്ഞു, നമുക്ക് വിനയേട്ടന്റെ ആ കൂട്ടുകാരൻ സതീശനെ ഒന്ന് പോയി കാണാം. അയാൾ വിനയേട്ടൻ പറഞ്ഞതുപോലെയല്ലേ? പറയൂ. എന്തായാലും നമുക്കൊന്ന് പോയി കാണാടാ. വാതിൽക്കൽ ഒരനക്കം കേട്ടാണ് അവർ ഇരുവരും മുഖമുയർത്തി നോക്കിയത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന രാധാമ്മയെ കണ്ട് മഹിയും ആമ്പലും എഴുന്നേറ്റു. കണ്ണുകൾ തുടച്ചുകൊണ്ട് രാധാമ്മ അകത്തേക്ക് കയറി വന്നു. കീർത്തുവിന് സംഭവിച്ച കാര്യം ഇനി മറ്റാരും അറിയണ്ട. അവൾ പോയതിനു ശേഷം ബിന്ദുവും റജിയും ചിരിച്ച് കണ്ടിട്ടില്ല. ഇതുകൂടി അറിഞ്ഞാൽ അതുങ്ങൾ ആകെ തകർന്നു പോകും. മാത്രമല്ല, വിനയനെ കുറിച്ചും തൽക്കാലം പറയാൻ നിൽക്കണ്ട. അവൻ വരുമ്പോ നേരിട്ട് തന്നെ നമുക്ക് ഈ കാര്യം ചോദിക്കാം. എന്നിട്ട് മതി ബാക്കി തീരുമാനിക്കുന്നത്. നീ അവിടെ ചെല്ലുമ്പോ റജിയോ ബിന്ദുവോ അന്ന് സംസാരിച്ചതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ചോദിച്ചെന്ന് വരാം. പക്ഷെ നീ വേറെന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി, കേട്ടല്ലോ? അതിനെ അനുകൂലിച്ചതുപോലെ മഹി തലകുലുക്കി. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആദ്യം വിശ്വേട്ടന്റെ വീട്ടിലും അത് കഴിഞ്ഞ് റജിയുടെ വീട്ടിലും ഒന്ന് പോയിട്ട് വാ. ഹോസ്പിറ്റലിലേക്ക് എന്തായാലും വൈകുന്നേരമല്ലേ പോകാൻ പറ്റൂ. ശരിയമ്മ. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അപ്പച്ചി എന്തോ ഓർത്തിട്ടെന്ന പോലെ തിരിഞ്ഞു നിന്നു. പോകുമ്പോ ആ പെണ്ണിനെയും കൊച്ചിനെയും കൂടെ കൂട്ടിക്കോ. അവരും നമ്മുടെ നാടൊക്കെ ഒന്ന് കാണട്ടെ. പാവങ്ങള്, ബന്ധുക്കളായിട്ട് ആരുമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആമിയയുടെ അമ്മ വീട്ടുകാര് ഇവരോടത്ര രസത്തിലല്ല. അവളുടെ അപ്പച്ചൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ പുള്ളിക്കാരി. അപ്പച്ചന്റെ ആൾക്കാരൊക്കെ അങ്ങ് ബാംഗ്ലൂരുണ്ട്. പക്ഷെ എല്ലാം തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്ന കൂട്ടങ്ങളാ. ആൾക്കാരെയൊക്കെ കണ്ടതിന്റെ സന്തോഷം ആ കൊച്ചിന്റെ മുഖത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നിയതാ. അതും പറഞ്ഞ് അപ്പച്ചി താഴേക്ക് ഇറങ്ങി. എടാ, ആ കുട്ടി അതിന്റെ അനിയത്തിയുടെ മകനാണെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ ആ പെണ്ണ് മരിച്ചുപോയി. ആത്മഹത്യയായിരുന്നു. എന്താ കാരണമെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ആമി അതിനോട് പറഞ്ഞിട്ടുമില്ല. അതിന്റെ ഷോക്കിൽ പുള്ളിക്കാരിയുടെ അപ്പച്ചൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നതാ. നീയും വായിച്ചു കാണും. അല്ല, നീ എന്തിനാ അവരുടെ കൂടെ താമസിക്കുന്നേ? എന്തോന്ന് കേന്ന് ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ അവരുടെ കൂടെ താമസിക്കുന്നേന്ന്? ചുമ്മാ, അവരൊറ്റക്കല്ലേ, അപ്പോ അവർക്കൊരു കൂട്ടാകുമല്ലോ എന്ന് ഓർത്തു. അവന്റെ കണ്ണുകളുടെ തിളക്കത്തിലേക്ക് വീണ്ടും കുസൃതി തിരികെ എത്തി. ഹയ്യടാ, ഒരു കൂട്ട്. മര്യാദക്ക് പൊന്നുമോൻ വേറെ വീടെടുത്ത് താമസിച്ചോണം. കുശുംബി, അവൻ നീട്ടിയൊന്ന് വിളിച്ചു. ഓടാ, കുശുമ്പ് കൊണ്ടൊന്നുമല്ല, വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നേ? മനസ്സിലായി. എന്നാലേ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ? അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി. അന്ന് വീട് വിട്ടിറങ്ങിയതിനു ശേഷം നടന്ന കാര്യങ്ങളും ഒടുവിൽ കുത്തുകൊണ്ടതും പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എവിടെയാടാ കുത്തുകൊണ്ടത്? കാണട്ടെ. ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കാൻ തിരക്ക് കൂട്ടിയ അവളുടെ വിരലുകളെ തടഞ്ഞിട്ട് അവൻ തന്നെ ഷർട്ട് അഴിച്ചു മാറ്റി. അവന്റെ വലത്തെ തോളിലെ മുറിപ്പാടിൽ അവൾ ചുണ്ടുകളമർത്തി. ഞാൻ കാരണമല്ലേ? അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവൻ ആ കണ്ണുനീർ ചുണ്ടുകൾ കൊണ്ട് തുടച്ചു കൊടുത്തു. ആരു പറഞ്ഞു നീ കാരണമാണെന്ന്? ഞാൻ ഇറങ്ങിപ്പോയിട്ടല്ലേ?
എന്നാലും സോറി. അവൾ ആ മുറിപ്പാടിൽ തെരുതെരെ ഉമ്മ വെക്കാൻ തുടങ്ങി. അതെ, ബാക്കി ഉമ്മകൾ രാത്രി തന്നാൽ മതി, ഇല്ലേ? ചിലപ്പോ എനിക്ക് വല്ലതുമൊക്കെ തോന്നും. പോടാ. ഒടുവിലൊരു കടിയോടെ അവൾ മുഖമുയർത്തി. ആമിയെയും ആൽബിക്കുട്ടനെയും കൂട്ടി അവരാദ്യം കൈതാരത്തേക്കാണ് പോയത്. ആൽബിക്കുട്ടൻ അപ്പോഴേക്കും മാമ്പലുമായി ചങ്ങാത്തത്തിലായിരുന്നു. ആമിയെയാകട്ടെ കൈതാരത്തേക്കുള്ള യാത്രയിൽ വഴിയുടെ ഇരുവശത്തും കൊയ്യാറായി നിൽക്കുന്ന നെൽവയലുകളുടെയും അതിനുമപ്പുറം തല ഉയർത്തി നിൽക്കുന്ന കുന്നുകളുടെയും മനോഹാരിത ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു. കൗതുകത്തോടെ അവൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മഹി മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. ആമ്പൽ ആ സമയം ആൽബിക്കുട്ടനൊപ്പം മറ്റൊരു കുഞ്ഞായി. കൈതാരത്തെ വീട്ടുവരാന്തയിൽ തന്നെ നിൽക്കുന്ന അമ്മാവനെയും അമ്മായിയെയും നേത്രയെയും കണ്ടതോടെ തങ്ങൾ വരുന്ന കാര്യം വീട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് ആമ്പലിന് മനസ്സിലായി. വണ്ടി മുൻപിൽ കൊണ്ടുപോയി നിർത്തി മഹി പുറത്തേക്ക് ഇറങ്ങിയതും ഓടിപ്പാഞ്ഞിറങ്ങി വന്ന നേത്ര കരഞ്ഞുകൊണ്ട് 2 കൈകൾ കൊണ്ടും അവനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. അവൻ അരുമയോടെ അവളെ ഒതുക്കി ചേർത്തു പിടിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിലേക്ക് വീണു. അതുകണ്ട് ആമ്പലിന്റെയും ആമിയയുടെയും കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ തുടക്കുന്ന അവരെ കണ്ട് ആൽബിക്കുട്ടന്റെയും ചുണ്ടുകൾ വിതുമ്പി. ഏങ്ങലടിച്ചുകൊണ്ടിരുന്ന നേത്രയെ ചേർത്തു പിടിച്ച് മഹി പടികൾ കയറുമ്പോൾ വിശ്വനമ്മാവനും സരയു അമ്മായിയും കണ്ണുകൾ തുടക്കുകയായിരുന്നു. ആമിയെയും കുട്ടിയെയും പറ്റി വീട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് അമ്മാവനും അമ്മായിയും പരിചയഭാവത്തോടെ ചിരിച്ചുകൊണ്ടാണ് അവളെ സ്വീകരിച്ചത്. വാ മക്കളെ, അകത്തേക്ക് കയറിയിട്ട് സംസാരിക്കാം. വിശ്വനമ്മാവൻ അവരെ അകത്തേക്ക് വിളിച്ചു. അകത്ത് കടന്ന് സെറ്റിയിലിരിക്കുമ്പോഴും നേത്ര മഹിയെ വിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു. നീ വന്നതറിഞ്ഞായിരുന്നു, പക്ഷേ അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇവളുടെ കല്യാണമായ കാര്യം അറിഞ്ഞല്ലോ അല്ലേ? അതിന്റെ തിരക്കില്ല. ഇനിയും കുറച്ചുപേരെ കൂടി വിളിക്കാനുണ്ട്. ആമ്പലിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ആൽബിക്കുട്ടനെ കൊഞ്ചിക്കുന്നതിനിടയിൽ അമ്മായി പറഞ്ഞു. എന്തായാലും മക്കളും ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോയാ മതി കേട്ടോ. അമ്മാവൻ തന്നെ നോക്കി പറഞ്ഞത് കേട്ട് എന്തു പറയണമെന്നറിയാതെ ആമിയ വെറുതെ ചിരിച്ചു. നേത്രയെ ആശ്വസിപ്പിക്കുന്ന മഹിയെ നോക്കിയ അവളുടെ കണ്ണുകൾ യാദൃശ്ചികമായാണ് അവർക്കു പിന്നിലെ ഷോക്കേസിന്റെ തട്ടിലുണ്ടായിരുന്ന വിനയന്റെ ചിത്രത്തിൽ ഉടക്കിയത്. അവളുടെ മുഖത്തൊരു ഞെട്ടൽ തെളിഞ്ഞത് കണ്ട് അവളെ നോക്കി നിൽക്കുകയായിരുന്ന അമ്മാവനും മഹിയും അവളുടെ നോട്ടം പോയ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അവൾ നോക്കുന്നത് വിനയന്റെ ഫോട്ടോയിലേക്കാണെന്ന് കണ്ടെങ്കിലും കാര്യം മനസ്സിലാവാതെ അവർ തിരിഞ്ഞ് വീണ്ടും അവളെ നോക്കി. ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ എഴുന്നേറ്റ അവൾ മെല്ലെ നടന്ന് ഷോക്കേസിന്റെ അടുത്തു ചെന്ന് വിനയന്റെ ആ ഫോട്ടോ കയ്യിലെടുത്തു. അത് നേത്രയുടെ ചേട്ടനാണ് മോളെ, വിനയൻ. അവളുടെ ഭാവമാറ്റം കണ്ടതിന്റെ സങ്കോചം അമ്മാവന്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. ഇവനാണ് എന്റെ മുത്തിനെ കൊന്നത്. അവൾ തിരിഞ്ഞ് മഹിയെ നോക്കി. മഹി, എന്റെ അനിയത്തി ശനിയെ ഇവനാ. മഹി ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് എത്തിയതും പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാൻ സാധിക്കാതെ വാ പൊത്തിക്കരഞ്ഞുകൊണ്ട് ആമിയെ പുറത്തേക്കോടി. അവളുടെ കയ്യിലിരുന്ന വിനയന്റെ ഫോട്ടോ താഴെ മഹിയുടെ കാൽക്കലേക്ക് വീണു. അവനതെടുത്ത് ആ ഫോട്ടോയിലേക്കും പുറത്തേക്ക് ഓടിപ്പോയ ആമിയയെ നോക്കി സ്തംഭിച്ചു നിന്നു. എന്താണ് കാര്യമെന്നറിയാതെ ബാക്കിയുള്ളവരും പകച്ചു നിൽക്കുകയായിരുന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആൽബിക്കുട്ടന്റെ കരച്ചിലുയർന്നു. തുടരും. ഇനിയും ഈ വഴിയെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ ഇഷ്ടമാകുന്നവർ ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.